ചോദിക്കുകയാണ്. ഇസ്ലാം വളരുന്നത് ഒരു പക്ഷേ യുദ്ധങ്ങളിലൂടെയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആളുകളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതിൽ ഞാൻ പഠിച്ചത് ഓരോ യുദ്ധങ്ങളും പ്രവാചകൻ അള്ളാഹുവിൻ്റെ റസൂല് അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രമാണ് യുദ്ധം എന്നുള്ളതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങേയറ്റം ബുദ്ധിമുട്ടാകുന്ന സമയത്ത്, മറ്റുള്ളവർ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്, അല്ലേ? അതന്നല്ലേ എൻ്റെ പശ്ചാത്തലം? എന്നാൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ് വളരെ മർദ്ദനശക്തമായ സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂലിന് യുദ്ധത്തിന് അനുവാദം നൽകുന്നത്. സത്യത്തിലൊരു യുദ്ധം എന്നല്ല, ഒരു ധർമ്മസമരമാണ്. നിലനിൽപ്പിന് വേണ്ടി സത്യവും അസത്യവും തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു. സത്യമാണ് വിജയിച്ചത്. അപ്പൊ സത്യം പ്രചരിപ്പിക്കാൻ സത്യത്തിലേക്ക് ആളുകൾ വരുന്നതിന് വിഘാതമാവുകയും പ്രവാചകനെയും അനുയായികളെയും ശക്തമായ രീതിയിൽ, ക്രൂരമായ രീതിയിലുള്ള മർദ്ദന മുറകളൊക്കെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ മാത്രമാണ് അനിവാര്യ ഘട്ടത്തിൽ മാത്രമാണ് ഒരു യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു യുദ്ധപുതിയന്മാരാണ്, യുദ്ധത്തിലൂടെയാണ് ഇസ്ലാം ഉണ്ടായത് എന്ന് പറയുന്ന സിദ്ധാന്തം, ആ ഒരു പ്രചരണം സത്യത്തിൽ തെറ്റാണ്. അതിന് പല ആളുകളും പറയുന്ന സമയം